പ്രൈസ് ദി ലോർഡ്. സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഇവരെ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ കഴിഞ്ഞാൽ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വിശദമായി നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇത് ഒന്നാമത്, ഇത് നമുക്ക് തന്ന പുസ്തകമല്ല. ആ ഒരു തിരിച്ചറിവ് ആദ്യം നമുക്കുണ്ടാകണം. ഈ പുസ്തകത്തിന്റെ ഒറിജിനൽ കസ്റ്റോഡിയൻസ് നമ്മളല്ല, അത് യഹൂദന്മാരെ യാതൊരു സംശയമില്ല. കർത്താവും തന്റെ ശിഷ്യന്മാരും ഒക്കെ ഈ പുസ്തകം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രങ്ങളും കാര്യങ്ങളുമായതിനാൽ ഒന്നാമത് നമ്മുടെ പുസ്തകമല്ല, രണ്ട് നമ്മുടെ ഭാഷയിലുമല്ല. അപ്പോൾ തന്നെ കർത്താവുമായി ബന്ധപ്പെടാത്ത പഴയ നിയമത്തിൽ ഒരുപാട് ബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെ നേരിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത ബന്ധമില്ലെന്നല്ല ഇതിനർത്ഥം. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇത് ഇന്നതുപോലെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങളും ഉണ്ട്. നമുക്കതൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു ചോദിച്ചാൽ, നമുക്ക് ഈ പുസ്തകം ക്രോഡീകരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരികയില്ല. അതിനർത്ഥം ഉത്തരമില്ല എന്നല്ല. നമുക്കറിയാം, പല കാര്യങ്ങളുടെയും വിശദാംശങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും മനസ്സിലാക്കുക, ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തൽമൂദുകളിൽ മാത്രമേ അതുള്ളൂ. ബാബിലോൺ തൽമൂദ്, ജെറുസലേം തൽമൂദ്, മിഡ്രാഷ്, മിഷ്ന എന്നീ 4 തൽമൂദുകൾക്കകത്താണ് വേദോസത്തിന്റെ വേരുകൾ മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ പലതും നമ്മുടേതായ നിലയിൽ ഇതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ പറ്റാതെ വരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഹെബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിലാക്കാത്തിടത്തോളം കാലം പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. നിങ്ങൾ വിചാരിക്കുക, എന്തുവാ ഈ പാസ്റ്റർ ഓങ്ങി വരുന്നെന്ന് പറയാം. കഴിഞ്ഞ മൺഡേ നമുക്ക് റെഗുലർ ക്ലാസ് വേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ ആ ക്ലാസ് ക്യാൻസൽ ചെയ്തു. അതിന്റെ കാരണം, ഈ ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന, ഈ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന്റെ മാതാവ് നിർത്തി ചേർക്കപ്പെട്ടു. ഞായറാഴ്ച 4 മണിക്ക് ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞു. തിങ്കളാഴ്ച വൈകുന്നേരം വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നതിനാൽ ക്ലാസ് ഒന്നും നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. പെട്ടെന്നാണ് ആന്റി ഞങ്ങളെല്ലാം വിട്ടു പെട്ടെന്ന് പോയത്. എനിക്കറിയാം, നമ്മുടെ ചർച്ചിലെ ആളുകൾ മാത്രമല്ല, പല കോണ്ടിനെന്റിൽ ഇരുന്നുകൊണ്ട് ആളുകൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉൾക്കൊണ്ട് ഞാൻ പറഞ്ഞ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാകരുതേ. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ആഹാരം വിളമ്പി തന്ന, പതിവിൽ കവിഞ്ഞ് എന്നെ കൊണ്ട് ആഹാരം കഴിപ്പിച്ച ആന്റിയെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തന്നെ ഫ്യൂണറൽ സർവീസ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. ആരും അതിന്റെ ഞെട്ടലിൽ നിന്നും വേദന ഇതുവരെയും കരകയറിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഈ നിങ്ങൾക്കും ഈ ഞെട്ടലിൽ നിന്ന് കരകയറാത്തവർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇന്നൊരു ദിവസത്തെ ക്ലാസ് ഒന്ന് കൊണ്ടുപോകുക. ആർക്കും പണക്കൊന്നും തോന്നരുതേ. എല്ലാവരും കൊണ്ടൊന്ന് സഹകരിക്കണം. അത് ഒപ്പം നമുക്കും പ്രയോജനമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് വേറൊന്നുമല്ല, ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, പെട്ടെന്നുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ദൈവമക്കളായി നമ്മൾ ഒന്ന് നിശ്ചയമായും അറിഞ്ഞ് ഗ്രഹിച്ചുമിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കുവാൻ ദൈവം എനിക്ക് പ്രേരണ തന്നത് കൊണ്ട് ഇന്ന് പഠിപ്പിക്കേണ്ട വിഷയങ്ങളുടെ നോട്ട്സ് ഒക്കെ ഞാൻ നേരത്തെ പ്രിപ്പയർഡ് ആണ്. ഞാൻ സമയത്ത് നോട്ട്സ് ഒന്നും ഉണ്ടാക്കുന്ന ഉദ്ദേശിച്ചല്ല. നേരത്തെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ആണ്. എന്നാലും ഞാൻ വീണ്ടും ഒന്നുകൂടെ നോട്ട്സ് ഒക്കെ നോക്കി അതിങ്ങനെ രാഗി നല്ല ഷാർപ്പാക്കിയിട്ട് ഞാൻ ക്ലാസ്സിൽ ഇരിക്കാവുള്ളൂ. ഓടിപ്പിടിപിടുത്തൊന്നും ഞാൻ ക്ലാസ്സിന് വരാറില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്കത് ഇഷ്ടമല്ല. കാരണം ചെയ്യുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ് എനിക്കറിയാം എന്നുള്ളത് കൊണ്ട്
തട്ടിക്കൂട്ടി ഞാൻ ഒരിക്കലും ക്ലാസ്സിന് വരാറില്ല. ഇന്ന് ഇങ്ങനെ ഒരു പ്രേരണ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്നതുകൊണ്ട് നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രസംഗമല്ല, സ്റ്റഡി തന്നെയാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നത്. നിങ്ങളും നോട്ട് ചെയ്തിട്ട് ആ വിഷയം നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്താൻ നമ്മൾ ഉത്സാഹിക്കുകയും ചെയ്യണം. അതെല്ലാവർക്കും ആശ്വാസവും സമാധാനമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യം ആരെങ്കിലും ഒരാൾ എടുത്തൊന്ന് വായിക്കുന്ന നല്ലതാണ്. തെസ്സലോനിക്കർ 1 ലേഖനം 4 അധ്യായം 16 വാക്യം. എല്ലാവർക്കും അറിയാവുന്ന വാക്യം, എനിക്ക് നന്നായിട്ട് അറിയാം, എങ്കിലും ഇതൊരു ക്ലാസ് ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ തുറന്ന വാക്യം എടുത്തിട്ട് ഒന്ന് സാവധാനം വായിച്ചാൽ നമുക്ക് അതിനകത്ത് ഒരു 5 കൂട്ടം കാര്യങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. മതി. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അങ്ങനെയല്ലേ സോൾ സിസ്റ്റർ വായിച്ചേ? അതെ, എടുക്കപ്പെടും എന്നാണ് ആ വാക്യം. നമ്മുടെ ചിന്ത, ആര് എടുക്കപ്പെടും? വ്യക്തമാകുന്നുണ്ടോ? ആരാണ് എടുക്കപ്പെടുന്നത്? ഒന്നുകൂടെ പറഞ്ഞാൽ, എടുക്കപ്പെടുന്നവരുടെ യോഗ്യതകൾ എന്തൊക്കെ? നമ്മളിന്ന് പെട്ടെന്നൊന്ന് ചിന്തിക്കാൻ പോവാണേ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഫ്രഷ്നെസ് തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സാധാരണ നമ്മുടെ സഭകളിലൊന്നും ഈ കാര്യം അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ലെന്നാണ് എൻ്റെ ചിന്ത. നമുക്ക് വേറെ ഒരുപാട് ഐറ്റം പ്രസംഗിക്കാനുള്ളതുകൊണ്ട് ഇതൊന്നും അങ്ങനെ ചർച്ചകളിൽ സാധാരണ പ്രസംഗത്തിൽ വരുന്ന ഒരു വിഷയമല്ല. അല്ലെങ്കിലും പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പൊ ചർച്ചയിൽ ഇല്ലല്ലോ. വേറെ വിഷയങ്ങളൊക്കെയാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യും. മുമ്പൊക്കെ വല്ല പ്രായമുള്ള അപ്പച്ചന്മാരെ കൊണ്ടുവന്ന് അവരിതൊക്കെ പറയുള്ളായിരുന്നു. അല്ല, അതിപ്പം കർത്താവ് വരും എന്നുള്ള കാര്യത്തിൽ തന്നെ വിശ്വാസം ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ആരൊക്കെ പോകുന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുന്നല്ലേ? ഓക്കെ, ഞാൻ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആ ആംഗിളിൽ പോവുകയും വേണ്ട. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് എടുക്കപ്പെടുന്നത്? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ അതൊന്ന് ലാസ്റ്റ് ഞാൻ കൊണ്ടുവന്ന ദൈവം ആരാണെന്നൊന്ന് പറയാൻ ഇങ്ങനെ ഓങ്ങി നിൽക്കുമ്പോഴാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണേ. ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പോസ്റ്റിലേക്ക് കയറാം. ലിവേദാന്റെ തലയൊക്കെ താത്തുടങ്ങി അതിന്റെ പുറകെയൊന്നും പോകണം. നമുക്ക് ഇതിലേക്ക് വരാം. ആരൊക്കെ എടുക്കപ്പെടും? അതാണ് നമ്മുടെ ചിന്ത. ഞാൻ അതിനൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചെന്നറിയാമോ? ഈ വിഷയം പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ട്രൈ നോക്കണം. എടുക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പോരെ? എടുക്കപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അതിന്റെ വകുപ്പ് അവർ പറഞ്ഞു തരുമല്ലോ. നമ്മളിങ്ങനെ വിഷമിക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക അതെന്നെ പാസ്റ്റർ അങ്ങനെ പറഞ്ഞത്, ഞങ്ങളെ ഒരുമാതിരി വല്ലാതാക്കുന്ന രീതിയിലാണല്ലോ പാസ്റ്റർ പറഞ്ഞത്. അല്ലെന്നേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. എടുക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരാണ് ഡീറ്റെയിൽ പറഞ്ഞു തരും. നിങ്ങളുടെ മുഖം വല്ലാണ്ടാകുന്നു. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 5 വാക്യം വായിച്ചേ. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 5 വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു.
വായിച്ചോളൂ. എന്ന് താൻ എടുക്കപ്പെടുന്നത് മുന്നമേ സാക്ഷ്യം പ്രാപിച്ചു. മതി. അപ്പൊ എടുക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോ ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, എടുക്കപ്പെട്ടവരുണ്ട്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് താൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുന്നമേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ആരംഭിച്ചു. എടുത്തുകൊള്ളപ്പെടുന്നവരുടെ യോഗ്യതകൾ അറിയാനുള്ള ശ്രമത്തിൽ എടുക്കപ്പെട്ട വ്യക്തിയോട് തന്നെ കാര്യം ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് എടുക്കപ്പെട്ടത്? ഉത്തരം കിട്ടി, താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുന്നമേ സാക്ഷ്യം പ്രാപിച്ചു. ഞാനൊരു കാര്യം പറയാം, നമ്മൾ സാക്ഷ്യം പ്രാപിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്, മരിച്ചു കഴിഞ്ഞല്ല. മരിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമല്ലാണ്ട് മോശം പറയാൻ പറ്റുമോ? ഇപ്പൊ മഹാ തലവേദനയായിരുന്നു, ഇപ്പോഴെങ്കിലും പോയി കിട്ടിയോ എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? യാഥാർത്ഥ്യം അതാണെങ്കിൽ കൂടെ പറയാൻ പറ്റുകയല്ല. പിന്നെ ഉപദേശിമാരെ, ഞങ്ങളുടെയൊക്കെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയത്തില്ല. ദൈവമുള്ള തീരത്ത് കാണാവുന്നും അക്കരെ നാട്ടിൽ ചെന്നെന്നും ഒക്കെ ഞങ്ങൾക്കും പറയാൻ ഒക്കുള്ളൂ. അക്കരെ പോയിട്ട് ഇക്കരെ തന്നെ നിൽക്കത്തില്ലെന്ന് നമുക്കറിയാം. എന്നാൽ അങ്ങനെയൊക്കെ പറയാൻ ഒക്കത്തുള്ളൂ. സിസ്റ്റം ആ രീതിയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ അർത്ഥത്തിലല്ല. എടുക്കപ്പെടുന്നവരുടെ യോഗ്യത എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഹാനോക്കിനെ വിട്ടിട്ട് നമുക്ക് ഈ വിഷയം പഠിക്കാൻ ഒക്കത്തില്ല. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഹാനോക്കിന്റെ ആയുഷ്കാലം 365. ഞാൻ ആ ടോപ്പിലേക്ക് ഒന്നും പോകുന്നില്ല. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകാനായിട്ടല്ല, ഒറ്റ കാര്യം പറയാനാണ്. ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിന് ഉടമകളാണ് ഞാനും നിങ്ങളും എന്നാദ്യം ഉറപ്പുവരുത്തണം. ദൈവം പ്രസാദിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. എന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് ഉറപ്പ് വരാത്തിടത്തോളം കാലം ഇവിടെ കിടന്നുകൊണ്ട് ഹോള് ചവിട്ടി പൊളിച്ചാലൊന്നും കാര്യം നടക്കില്ല. ബഹളവും കാര്യവും ആക്ഷനും ഒക്കെ കൊള്ളാം, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ ഒക്കെയല്ല. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചുമ്മാ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറയല്ല. ഹാനോക്ക് ആണ്ടെ ഫുൾ ടൈം ആരുടെ കൂടെ? ദൈവത്തിന്റെ കൂടെ. അല്ലാതെ ഒരു മാസ്യോത്തിന് ഇങ്ങോട്ട് വന്നേച്ച് രണ്ട് സാക്ഷിയൊക്കെ പറഞ്ഞപ്പോ സെൻട്രൽ ഭാഷയ്ക്ക് എന്നെ അങ്ങ് ഇഷ്ടമായി എന്ന് പറയും പോലെ ഒക്കുന്ന പണിയല്ലത്. ചുമ്മാ പ്രസാദിപ്പിച്ചു പറഞ്ഞാൽ പോരാ. ദൈവം കൊടുത്ത ആയുസ് മുഴുവൻ ആരുടെ കൂടെ നടന്നു? ദൈവത്തോട് കൂടെ നടന്നു. അപ്പോഴേ അതുകൊണ്ട് ഹാനോക്ക് എടുത്തു. താൻ എടുത്തുകൊള്ളപ്പെടാൻ കാരണമുണ്ട്, അത് വേറെ ടോപ്പിക്കാണ്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എനിക്കിവിടെ പറയാനുള്ളത്, ദൈവത്തോട് കൂടെ നടന്ന ദൈവം തന്നിൽ പ്രസാദിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരാളെയാണ് ദൈവം തൻ്റെ അടുക്കൽ ചേർക്കുന്നത്. അത് എടുത്തുകൊള്ളപ്പെടുന്ന ലിസ്റ്റിൽ വരുന്ന ഒന്നാമത്തെ കൂട്ടർ അതാണ്. ക്ലിയർ ആയോ? സംഭവം പഴയ നിയമത്തിലെ ആയതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം എടുത്തത്. അല്ലെ ഇടയ്ക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഈ ബാക്കിയുള്ളതെല്ലാം പുതിയ നിയമത്തിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ്. പഴയ നിയമത്തിൽ ഒരെണ്ണം പറഞ്ഞിട്ട് പുതിയ നിയമത്തിലേക്ക് വരാമല്ലോ. അതിനാ. നിങ്ങൾക്ക് കാര്യം വ്യക്തമായോ? ആരെടുക്കപ്പെടും? ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ മാത്രമേ എടുക്കപ്പെടൂ. ജീവിതത്തിൽ ഉടായ്പ കൊണ്ട് നടക്കുന്നവനൊന്നും എടുക്കപ്പെടുന്ന പുസ്തകത്തിനകത്തില്ല. ക്ലിയർ ആയോ? സ്തോത്രം. അപ്പൊ അതുകൊണ്ട് സ്വയശോധന ചെയ്ത് എന്റെ ജീവിതം കൊണ്ട് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ദൈവം എന്നിൽ പ്രസാദിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ ശ്രമിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എന്നിൽ ദൈവപ്രസാദമുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയണം. സ്തോത്രം. ഇന്നലെയാണ് ഞാൻ സാജു മാത്യു സാറിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി.
അദ്ദേഹം പറയാം, ജീവിതത്തിൽ അഭിനയിക്കരുത്, പ്രസംഗിക്കുമ്പോൾ അഭിനയിക്കരുത്, പാടുമ്പോൾ അഭിനയിക്കരുത്, ആരാധന അഭിനയിക്കരുത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നല്ല എന്താ പറയാ, ക്ലിയർ കട്ടായ ദൈവത്തിന്റെ വചനം നമ്മുടെ നേരെ വിരൽ ചൂണ്ടി പറയല്ലേ. യെസ്, അത് തന്നെ ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ഈ സ്പിരിച്വൽ പ്രിറ്റൻഡിങ് ഒക്കെ മാറ്റിയിട്ട്, അഭിനയങ്ങളൊക്കെ, പ്രകടനങ്ങളൊക്കെ മാറ്റി, എന്തൊക്കെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവത്തെ കൂടെ നിർത്തി, ദൈവത്തിന്റെ കൂടെ നടന്ന സമസ്ത മേഖലയിലും ദൈവനിൽ പ്രസാദിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത്. നമ്മൾ ഹോളിനകത്ത് എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതല്ല ദൈവത്തിന് വിഷയം. നമുക്കറിയാം, സഭാഹോളി വന്നു കഴിഞ്ഞാൽ വളരെ ശാന്തമാണ് നമ്മൾ. ഹോളിനകത്ത് വെച്ച് എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, എന്ത് പാടണം, എന്ത് പാടാൻ പാടില്ല, എങ്ങനെ നോക്കണം, എങ്ങനെ നോക്കാൻ പാടില്ല, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ദൈവം നോക്കുന്ന ഈ ഹോളിനകത്ത് എങ്ങനെ ഡീൽ ചെയ്തെന്നല്ല, ഹോളിന് വെളിയിൽ ഇറങ്ങുമ്പോൾ നിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ള ദൈവത്തിന്റെ വിഷയം. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, ആത്മീകൻ ഹോളിനകത്ത് വന്നാലും ഹോളിന് പുറത്ത് വന്നാലും ക്യാരക്ടർ ഒന്നായിരിക്കണം. സ്തോത്രം. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ മാത്രം എടുക്കപ്പെടാനോ? ഹാനോക്ക് അങ്ങനെയാണ് എടുക്കപ്പെട്ടത്. സ്തോത്രം. അപ്പോൾ എടുത്തുകൊള്ളപ്പെടുന്നവരുടെ യോഗ്യതകൾ എന്ന വിഷയത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരണം. അതെന്തേ പറയാം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ കാണാതെ പറയാമോ? റോമർ 12:1-2. യെസ്. ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തെ അനുഭവമാകാതെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. കണ്ടോ? റോമാലേഖനം 12:1 വാക്യം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, ലിസൺ മീ, നിങ്ങളുടെ ആത്മാവിനെ നല്ല, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ആ വാക്യം, ദാറ്റ്സ് അമേസിങ്. അവിടെയും പറയാണ് ദൈവപ്രസാദം, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. എന്നിട്ട് നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്നെ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എടുത്തുകൊള്ളപ്പെടുന്നവരുടെ ഒന്നാമത്തെ യോഗ്യത ഞാൻ പറഞ്ഞു, ദൈവം പ്രസാദിക്കുന്ന ജീവിതത്തിന് ഉടമകളായിരിക്കണം. അത് പഴയ നിയമത്തിന്റെ ഒരു പ്രൂഫ്. പൗലോസ് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്ത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ശ്രദ്ധിക്കണേ, ഒരു കാര്യം പറയാനാട്ടാ, ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവും. ഞാൻ അതിലെ ഒന്നാമത്തെ പോയിന്റ് എടുക്കുന്നു. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഓക്കെ, ജീവന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ വേറൊരു കാര്യം പറയാം. ജീവന്റെ ഓപ്പോസിറ്റ് എന്താ? മരണം. വെരി ഗുഡ്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. ജീവന്റെ ഓപ്പോസിറ്റ് മരണമാണ്. മരണത്തിന്റെ അർത്ഥം ഞാൻ നമ്മുടെ ക്ലാസ്സിൽ അതിന്റെ അർത്ഥം തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ. രാജി ആന്റിയുടെ വേർപാട് സംബന്ധിച്ച് എല്ലാവരും ദുഃഖത്തിലാണെന്ന്. രാജി ആന്റിയുടെ വേർപാട് എന്നല്ലേ ഞാൻ പറഞ്ഞേ? മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വേർപാട്, സെപ്പറേഷൻ, 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 വേർപെട്ടു പോവുക. അതിന്റെ പേരാണ് മരണം. കണ്ടോ? മരണം എന്താണ്? സെപ്പറേഷനാ. ഒരുമിച്ചിരുന്നത് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നു. മനുഷ്യൻ ഡൈക്കോട്ടമി അല്ല, ട്രൈക്കോട്ടമിയാണ്.
നമ്മുടെ ഡോക്ടറൊക്കെ ക്ലാസ്സിലുണ്ടല്ലോ. അദ്ദേഹം റാസൽ ഖൈം എന്നാണ് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, മനുഷ്യ ത്രിവിധ ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. അപ്പോൾ ട്രൈക്കോട്ടമിയാണ് മനുഷ്യൻ. സെപ്പറേഷൻ, ഒരുമിച്ചിരുന്നത് സെപ്പറേറ്റഡ് ആയി പോകുന്നു. പെട്ടെന്ന് ഞാൻ പറയാം, ദേഹത്തോട് ദേഹിയും ആത്മാവും ടാറ്റ പറയുമ്പോഴാണ് മരണം നടക്കുന്നത്, സെപ്പറേഷൻ ആകുന്നു. ദേഹത്തിൽ നിന്ന് ദേഹിയും ആത്മാവും സെപ്പറേറ്റഡ് ആകുമ്പോൾ മരണം നടക്കുന്നു. ഓക്കെ, അത് വേറെ ടോപ്പിക്കാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ തൊട്ടതേ ഉള്ളേ. നമുക്ക് ദൈവം വെച്ചാൽ മറ്റൊരു സന്ദർഭത്തിൽ അത് പഠിക്കാം. വേർപാടാണ് മരണമെങ്കിൽ ജീവൻ എന്താണ്? പറ. അതാ ഞാൻ ഈ ആക്ഷൻ കാണിക്കുന്നു. മരണം വേർപെട്ടു പോവുകയാണെങ്കിൽ ജീവൻ എന്താണ്? കൂടിച്ചേരൽ. വെരി ഗുഡ്. മരണം വേർപെട്ടു പോകുന്നതാണെങ്കിൽ ജീവൻ കൂടിച്ചേരല. കൂടിച്ചേരലിന് നമ്മൾ എന്താ പറയുക? അറിയാൻ വയ്യാത്തവരാണോ? കൂടിച്ചേരുന്നതിന് നമ്മൾ എന്താ പറയാ? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദം ഉണ്ടല്ലോ, കൂട്ടായ്മ. കണ്ടോ? നമ്മൾ ഒരുമിച്ച് കൂടുന്നതിന് എന്താ പറയാ? കൂട്ടായ്മ എന്നല്ലേ പറഞ്ഞേ. ഒത്തുചേരുന്നതിനെ, കൂടിച്ചേരുന്നതിനാണ് കൂട്ടായ്മ എന്ന് പറയാ. ശ്രദ്ധിച്ചേ, മരണം വേർപാടാണെങ്കിൽ ജീവൻ കൂട്ടായ്മയാണ്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇപ്പൊ പിടികിട്ടിയോ? ശ്രദ്ധിക്കണേ. അപ്പം മരണം എന്താണ്? വേർപാട്. അവിടെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. മരണം വേർപാടാണെങ്കിൽ ജീവൻ കൂടിച്ചേരലാണ്. ശ്രദ്ധിച്ചേ, ആ സെപ്പറേഷന്റെ ഡെപ്ത് നിങ്ങൾ അറിയണം. ദൈവമക്കളെ സംബന്ധിച്ചുള്ള ഒരു പരിധി വരെ ബാധകമല്ലെങ്കിലും നിങ്ങൾ ഇതിന്റെ ആഴം ഒന്ന് അറിയണേ. വേർപാടെന്ന് പറഞ്ഞാൽ എന്നേക്കുമുള്ള വേർപാടാണ്, സെപ്പറേഷൻ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് പറഞ്ഞാൽ, മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വേർപെട്ടു പോകും. ആരിൽ നിന്ന്? ദൈവത്തിങ്കൽ നിന്ന്. ക്ലിയർ ആകുന്നുണ്ടോ? ദൈവത്തിങ്കൽ നിന്ന് വേർപെട്ടു പോകുന്നതിനാണ് മരണം എന്ന് പറയുന്നത്. അതാണ് അപ്പന്റെ വീട്ടിൽ നിന്ന് അകന്നകന്ന് പോയപ്പോൾ അപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. കണ്ടോ? അപ്പന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയായി, വേർപെട്ടു പോയി. അതിനാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ ജീവനോ കൂടി തിരികെ വന്നപ്പോ കണ്ടോ അപ്പനുമായിട്ട് ഒട്ടിച്ചേർന്ന്. അതിന്റെ പേരാണ് കൂട്ടായ്മ. സ്തോത്രം. ആരുമായിട്ട്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമായി. എത്ര നാൾ? നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് തോന്നി ക്ലാസ് അല്ലേ? വിടുതലിന്റെ സന്ദേശം അല്ലാത്ത കൊണ്ടായിരിക്കാം. ഏതായാലും ഇന്ന് വൈകിട്ട് വിടുതലൊന്നും വേണ്ട, അക്കരെ പോകാൻ കാര്യം ചിന്തിക്കാൻ മതി. വിടുതൽ കിട്ടിയാൽ ഇന്ത്യയിൽ. ഇതാദ്യം കേട്ടെ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിങ്കിൽ നിന്ന് അകന്നകന്ന് പോകുന്ന പ്രക്രിയക്ക് പറഞ്ഞ പേരാണ് ഡെത്ത്. ബിബ്ലിക്കൽ മീനിങ് ആണ് ഞാൻ പറഞ്ഞത്, ജീവൻ പോകുന്ന അർത്ഥത്തിലല്ല, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെപ്പറേഷൻ, വേർപാടെന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ സാധാരണ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, ഈ ഞങ്ങളെപ്പോൾ ഉപദേശിമാരൊക്കെ ആരുടെയും സുവിശേഷമൊക്കെ പറയുമ്പോൾ പറയുന്നൊരു മറുപടി ഉണ്ട്. പൊന്നു ഉപദേശി, എല്ലാവരുടെ സ്വർഗത്തിലേക്ക് പോയാൽ നരകത്തിൽ പോകാനും ആരെങ്കിലും വേണ്ടേ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്നറിയാമോ? നരകത്തിൽ പുള്ളി ചെല്ലുമ്പോ പുള്ളിക്കാരുടെ കൂട്ടത്തിൽ കുടിപ്പള്ളിക്കൂടത്തിൽ പണ്ട് പഠിച്ച മുഹമ്മദ് കുട്ടിയും ശിവരാമനും ദാമോദരനും തോമസ് കുട്ടിയൊക്കെ അവിടെ ഉണ്ടെന്നോർത്താം. അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ നരകത്തിന്റെ അവസ്ഥ നിങ്ങൾ അറിയണം. നരകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നരകത്തിൽ എന്നേക്കുമായി ഒറ്റപ്പെടുകയാണ്. നമ്മുടെ ചിന്ത നരകത്തിൽ എല്ലാവരും കൊണ്ടിട്ടിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, വർത്താനൊക്കെ പറഞ്ഞിരിക്കാവുന്ന. അങ്ങനല്ല. നരകത്തിൽ ആരും ആരെയും തമ്മിൽ കാണുന്നില്ല, ആരും ആരെയും തമ്മിൽ കേൾക്കുന്നില്ല, ആരും ആരെയും തമ്മിൽ അറിയുന്നില്ല.
അങ്ങനെ എന്നേക്കുമായി ഒറ്റപ്പെടുന്ന ഇടത്തിന്റെ പേരാണ് നരകം. മനസ്സിലായോ? അവിടെ നീ ഒറ്റയ്ക്കാണ്. ഒരെണ്ണം അവിടെ വരികയല്ല. നരകത്തിൽ വേറെ ആള് വരും, പക്ഷെ നിന്റെ അടുത്ത് വരികയോ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നേക്കുമായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, അതിന്റെ പേരാണ് വേർപാട്. അപ്പോൾ ജീവനോ? കൂട്ടായ്മ. ആരുമായി? പറ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമായി. എത്ര നാൾ? യുഗങ്ങൾ. അതല്ലേ എം ചെറിയ സാർ പറഞ്ഞത്. പിന്നെ പുതിയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രൈസ് ദി ലോർഡ്. ആ താഴ്ചയിൽ നിന്നാണ് പുത്രൻ നമ്മെ പൊക്കിയെടുത്തത്. ഞങ്ങളുടെ താഴ്ച ഞങ്ങളെ ഓർത്തവനെ അവന്റെ ദയനേക്കുമുള്ളെന്ന് പറഞ്ഞാൽ, ക്രൂശിലെ മരണത്തുള്ളവൻ അനുസരണമുള്ളവനായി താഴ്ച വന്ന് പറഞ്ഞാൽ അത്തരം ഡീപ്പിൽ വന്ന് നമ്മളെ പൊക്കിയെടുത്ത സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. ചില്ലറ പദവിയാണോ നമുക്ക് കിട്ടിയത്? സ്തോത്രം. ആ ഒറ്റപ്പെടലിന് വിട്ടുകൊടുക്കാതെ, മനസ്സിലാകുന്നുണ്ടോ? ഒരു സാധാരണക്കാരന്റെ മരണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ദൈവത്തിൽ അങ്ങോട്ടല്ല. ദൈവത്തിൽ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കർത്താവ് നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ആ ഡെത്തിന്റെ ഒറിജിനൽ ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നരകത്തിൽ ചെല്ലുമ്പോ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് പണ്ടത്തെ കാര്യമൊക്കെ പറഞ്ഞ് ശകലം ഇടുക്കോ ഞെരുക്കോ ഉണ്ടെങ്കിലൊക്കെ ഇരിക്കാന്നൊക്കെ വിചാരിച്ച നടക്കുകയല്ല. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കുക അതിന്റെ ഭീകരം എത്ര വലുതാണെന്ന്. ആ ഇരുട്ടിൽ ആരും തമ്മിൽ കാണാതെ അറിയാതെ കേൾക്കാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയുടെ അനുഭവം ചിന്തിച്ചു നോക്കി. നിങ്ങൾക്കറിയാമോ, ആ ഡാർക്ക്നെസ് ആണ് കർത്താവ് ക്രൂശിൽ അനുഭവിച്ചത്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവിടെ കടന്നവരെ പൊക്കാൻ വേണ്ടി തന്നെയായിരുന്നു. സ്തോത്രം. അത് വേറൊരു ശൈലിയിലേക്ക് പോകുന്നതിനോട് ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷെ അതിന്റെ ആ ഭീരത്വം അറിയുമ്പോൾ തന്നെ മറുഭാഗത്ത് കർത്താവുമായി കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്തോഷം, ശ്രേഷ്ഠമായ പദവി അറിയണം. ഇതൊന്നും ഓർക്കാൻ ഞായറാഴ്ച വന്ന് കൂട്ടുമായിട്ടോണ്ടിരിക്കുക. ഓടി ചുമ്മാ നീട്ടിക്കൊണ്ട് പോവുക. പന നമുക്കല്ല, വണ്ടിയും വരും. നിർത്തിരുന്നെങ്കിൽ പോകാമല്ലോ എന്ന് ചെല്ലു നീ. സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പിതാക്കന്മാർക്ക് വേറെ വണ്ടിയും വള്ളവും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ വണ്ടിയും വള്ളം കൂടി നല്ല നാശമായി. ഇല്ലെന്നപ്പോ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണ്ടേ ഇല്ലേ? നമ്മുടെ പിതാക്കന്മാര് പാടുകയല്ലായിരുന്നോ? പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാകുവാൻ ശാപമായി തീർന്നോ നീ. നീതിമാനാകുവാൻ ശാപമായി തീർന്നോ നീ. പൊന്നു മഹേശനെ നിന്നുടെ കാരുണ്യം സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. അല്ലേ? എത്ര മനോഹര പാട്ടതൊക്കെ. വന്ദനമേ യേശു രക്ഷകനൻ നായകനെ വന്ദനമേ. അതൊക്കെ പാടുമ്പം ഇപ്പൊ തന്നെ എന്റെ കണ്ണല്ലെന്ന് പറയുന്ന ആ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ സ്തോത്രം. കാൽവറി ദർശനം കാണുന്നതിന് മുൻപിലായി അൻപിനാൽ ഉള്ളവും കണ്ണും നിറയുന്നേ. സ്തോത്രം. സ്തോത്രം. കണ്ടോ? അപ്പോൾ ഇതിന്റെ ആ ഭീകരത്വത്തിൽ നിന്നും നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകാതെ പുത്രൻ ഇത് അനുഭവിച്ച് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചെന്നൊക്കെയുള്ള വാക്കിന്റെ ആഴം എത്ര വലുതാന്നറിയാവോ? അവിടെ കിടക്കേണ്ട നമ്മ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ഞാൻ എന്തിനാ ഈ നിർത്തുന്നെന്നറിയാവോ? നിങ്ങൾ നന്നായിട്ട് ഗ്രഹിക്കണമെന്ന ചിന്തയില്ല. പറയാനുള്ള പോയിന്റ് എല്ലാം ദൈവകൃപയാൽ കാണാപ്പാട് എന്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് എഴുതി വെച്ചിട്ടാ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്.
ഞാൻ ഓടി അങ്ങോട്ട് പോകാതെ 5 പോയിന്റ് നിങ്ങളെ കേൾപ്പിക്കാനുള്ള താല്പര്യമൊന്നും എനിക്കില്ല. പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ള ചിന്ത എനിക്കുള്ളത്. അതായത് പെട്ടെന്ന് സമയത്തിനുള്ളിൽ 5 പോയിന്റുകൾ 1, 2, 3 എന്ന നക്കമിട്ട് നിരത്തി അങ്ങനൊന്നും ഇവിടെ വെപ്രാളം പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പോയിന്റ് ശാലം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നിത്യതയെ കണ്ടാൽ മതി. പോയിന്റ് അല്ല നമ്മുടെ വിഷയം. സ്തോത്രം. ഞാനിത് പറയാൻ കാരണം അറിയാമോ? ദൈവത്തെ പ്രസാദിപ്പിക്കാതെ പറയും. ഇനിയിപ്പോ കൂടെ നടക്കുന്ന എന്നാ കുഴപ്പം? ഇതിനകത്തു നിന്ന് നമ്മെ പൊക്കിയെടുത്തെന്നുള്ള ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ എങ്ങനെ ഉറക്കം വരും? വേദോസം വായിക്കുമ്പോഴെങ്ങനെയാ തൂങ്ങിപ്പോണേ? പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ എങ്ങനെ മടുപ്പുണ്ടാകുന്നത്? ആവശ്യം കയറി തീരുമാനം എടുക്കല്ലോ 1 മണിക്കൂർ പ്രാർത്ഥിച്ചേക്കാന്നൊക്കെ. ചെല്ല അങ്ങനെയാ. എന്റെ മോനെ തീരുമാനം എടുത്ത് പിറ്റേ ദിവസം പ്രാർത്ഥിക്കാനും കയറിയിരിക്കും. എല്ലാരും പോയി കഴിഞ്ഞപ്പോഴത്തേനും റൂമിനകത്തോട്ട് കയറി വായൊക്കെ ഇട്ടേച്ച് ഭയങ്കര പ്രാർത്ഥന. 1 മണിക്കൂർ പ്രാർത്ഥിക്കണം തീരുമാനത്തില്ല. പ്രാർത്ഥിച്ച് കുറേ നേരമായി കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ ആയെന്നറിയാൻ വേണ്ടി പതുക്കെ കണ്ണു തുറന്നത് 10 മിനിറ്റ് ആയതേ ഉള്ളൂ. പ്രാർത്ഥനാ വിഷയം തീരുകയും ചെയ്തു. തീരുമാനം 1 മണിക്കൂർ എന്നാ. പിന്നെ അവിടെ കിടന്ന് കാണിക്കുന്ന ഇടപാടെന്ന് കാണണം. മുട്ടയിലെ കക്ഷി പിന്നെ ഒന്ന് ചാരിയിരുന്നു, പിന്നെ കാല് നീട്ടിയ കട്ടിലിന്റെ ഇഴുക ചാരി ഒന്നിരുന്നു, തിരിഞ്ഞു മറിഞ്ഞു നീ 1 മണിക്കൂർ ആക്കാൻ കാണിക്കുന്ന വിഷമം. വിഷയമെല്ലാം തീർന്ന് 10 മിനിറ്റ് ആകുകയും ചെയ്തു. ഈ മടുപ്പ് തോന്നുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊന്നും സന്തോഷിക്കാൻ പറ്റാതെ വരുമ്പോഴതെല്ലാം മടുപ്പുണ്ടാക്കുന്നത് അല്ലേ? സ്തോത്രം. ഇപ്പൊ മൊബൈലിനകത്ത് ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 പേര് സംസാരിച്ചിരിക്കും. അങ്ങനെ തിരക്കല്ല നിർത്താൻ തുടങ്ങുമ്പോഴും നമ്മൾ പിന്നെ ചോദിക്കും വേറെ എന്തുകൊണ്ട് വിശേഷം. ടോൺ കേൾക്കുമ്പോൾ നമുക്കറിയാം നിർത്തിച്ച് പോകാൻ നിൽക്കാൻ നമ്മൾ വിടുകയല്ല. വേറെ എന്തുണ്ടോ? പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. അല്ല മറ്റു വിശേഷങ്ങളൊക്കെ എടാ വേറെ എന്നോട് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും പിന്നെ ചോദിക്കാം മറ്റു വിശേഷം എന്തോ നീ മറ്റ്. നമുക്ക് മടുപ്പില്ല. പ്രാർത്ഥിക്കാനിരുന്നാലോ മടുപ്പും ഉണ്ടാവും, ഉറക്കവും വരും. കൂട്ടുവായാണെങ്കിൽ പിന്നെ ബാക്കി പണിയുമ്പോഴൊന്നും ഇല്ലാത്ത കൂട്ടുവായുണ്ടല്ലോ. പ്രാർത്ഥിക്കാനിരുന്നാൽ പിന്നെ എന്റെ ദൈവം എത്ര കൂട്ടുമായിട്ടില്ല പ്രാർത്ഥന തീർക്കുന്നത്. ഏതായാലും വായിക്കുക അല്ലെ പാട് പറഞ്ഞ ഇത് വേഗം നിർത്തിയാൽ മതി. അതിനാ കൊച്ചാ പാടാനാണെങ്കിൽ പാടുന്നുണ്ടോ? അല്ല പരുവം തെറ്റി വരിക എന്ന അതിനർത്ഥം. പോട്ടെ. ഞാൻ പറഞ്ഞത് ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് മാത്രമേ എടുക്കപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം നമ്മിൽ മറ്റുള്ള ഒരു ശരിയായുള്ള പ്രസാദം ഉണ്ടായില്ലോ എന്നുള്ളതല്ല, ദൈവം നമ്മിൽ പ്രസാദിച്ചോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ഇടപാടിൽ, എൻ്റെ പോക്ക് വരവ്, എൻ്റെ സംസാരത്തിൽ, ജീവിതത്തിന്റെ നാനാ തുറകളിലും സകലം കൊണ്ട് വാക്കുകൊണ്ട് ക്രിയ കൊണ്ട് എന്ത് ചെയ്താലും ദൈവത്തിന്റെ പ്രസാദമാകും വണ്ണമാണോ ഞാൻ ചെയ്തതെന്ന് ഉറപ്പുവരുത്തണം. സ്തോത്രം. ഇത് 1.5 വർഷമായിട്ട് ചർച്ചയിൽ പോലും വരാത്ത ആളെ ഇമ്പങ്ങളുടെ പർദീസിൽ അക്കരെ നാട്ടിൽ കാണാന്നൊക്കെ പറയാനുള്ള ഗതികേടൊന്നും ഉണ്ടാക്കരുത്. ഏത് ഇമ്പങ്ങളുടെ പർദീസിൽ? ഏത് അക്കരെ നാട്ടിൽ? സ്തോത്രം. ജീവിതം കൊണ്ട് തെളിയിക്കണം ദൈവനിൽ പ്രസാദിച്ചു. ഹാനോക്കാണ്ട് ദൈവത്തോട് കൂടെ നടന്ന ക്യാരക്ടർ അല്ല ദൈവത്തിന് മനസ്സിലായി. ഞാൻ എപ്പോഴും പറയും കൂടെ നടക്കുന്നു അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഈ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ വീട്ടിലുണ്ടെന്നുള്ള തിരിച്ചറിവിലാണോ ചെയ്യുന്നത്? നിങ്ങൾ സത്യസന്ധമായിട്ട് പറ, എന്റെ വീട്ടിൽ കർത്താവ് ഉണ്ടെന്നുള്ള ബോധം എനിക്കുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ഈ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ക്രിസ്തു വീട്ടിലെ നായകൻ എന്നാണല്ലോ. ഇനി നായകനൊന്നും അല്ലേലും പിയൂൺ ആയിക്കോട്ടെ, നായകൻ വിട്ടേ. നായകനാണോ പിയൂണാണോ സെർവന്റ് ആണെന്നുള്ളല്ലേ വിഷയം. അങ്ങനെ ഒരാള് വീട്ടിലുണ്ടെന്നുള്ള ആ സന്നിധി ബോധത്തിലാണോ വീട്ടിൽ നാം കഴിയുന്നതെന്ന എന്റെ ചോദ്യം. വീട്ടിൽ സിറ്റൗട്ടിൽ ഒരാൾ വന്നിരിക്കുമ്പം അടുക്കള കിടന്ന് ഒച്ചയും ബേളം വെക്കുവോ? ഇല്ലല്ലോ. എന്താ? പുള്ളി കേൾക്കും എന്നൊരു തിരിച്ചറിവുണ്ട്.
അദ്ദേഹം കേട്ടാ മോശമാണ് അല്ലേ? ആ ചായ എടുക്കണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിന്നോട് ചോദിക്കാതെ അച്ഛൻ അവിടെ ചെന്ന് ചോദിക്കല്ലേ, ചായ കൊടുക്കാൻ വല്ലതും ഉണ്ടോ അല്ലേ? അതെന്താ? അദ്ദേഹത്തിന് കേൾക്കാൻ പാടില്ല, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭാഷണ ശൈലിയും ഉണ്ടാക്കാതിരിക്കാൻ അങ്ങനെയല്ല നമ്മൾ നോക്കുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, സാധാരണ ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ വീട്ടിലുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അതനുസരിച്ചല്ലേ വീട്ടിൽ നമ്മൾ ഡീൽ ചെയ്യത്തുള്ളൂ. കടന്ന് അലറുവോ എന്നാ വീട്ടിൽ കിടന്ന്? കെട്ടിയവനും കെട്ടുകൊണ്ട് കൊമ്പ് ഓർക്കുവോ? പറ, സ്വയശോധനയ്ക്ക് ഞാൻ വിട്ടുതരിക. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നടന്നോട്ടെ. പക്ഷെ തിരിച്ചറിഞ്ഞോണെ നമ്മൾ ഈ പറഞ്ഞ ആൾ അവിടെ ഇല്ലെന്ന്. ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാനും മാത്രം വിവേകമില്ലാത്ത ആളൊന്നും അല്ല നമ്മുടെ കർത്താവ്. നിങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മുഴുവൻ കണ്ടും കേട്ടും സഹിച്ചിരിക്കേണ്ട കാര്യമൊന്നും കർത്താവിനില്ലുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മടങ്ങി വരുന്നു. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ദൈവപ്രസാദം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എടുത്തുകൊള്ളപ്പെടുന്ന യോഗ്യത നമ്പർ 1, ദൈവപ്രസാദമുള്ള ജീവിതമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ എടുക്കപ്പെടും. 5 ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഈ പറയുന്നത്. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ദൈവപ്രസാദമുള്ള ജീവിതം. ആരെ പ്രസാദിപ്പിക്കണം? പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവമായിട്ടുള്ള ഇടപാടുകൾക്ക് ഒന്നിനും വീഴ്ച വരുത്തരുത്. ദൈവത്തോട് ചരിക്കുന്ന ഉടമ്പടിയിൽ വീഴ്ച വരുത്തരുത്. ദൈവത്തിനെടുത്ത തീരുമാനത്തിൽ വീഴ്ച വരുത്തരുത്. രാവിലെ പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ഒക്കെ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും 31-ാം തീയതി നമ്മൾ തീരുമാനം എടുക്കുമല്ലോ. ഇപ്പോഴും അതിനുകൊണ്ട് ഒരുങ്ങി ഇരിക്കുക. ഈ ദിവസങ്ങളൊന്നും തീരുമാനം എടുക്കുകയല്ല നമ്മൾ. ഇതിപ്പോ നവംബർ അങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞ തീരും, ഡിസംബർ തുടങ്ങും. ഡിസംബർ 31-ാം തീയതി എടുക്കേണ്ട തീരുമാനം 29, 30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ അരിഞ്ഞു കൂട്ടി വെച്ചിട്ട് നമ്മൾ 31-ാം തീയതി രാത്രിയിൽ പാട്ടുപാടി ഒരു എഴുതേപ്പുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിന് കരിനിഴലേൽക്കാതെ തന്നെ കരുണയും ചെറുകടിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നമ്മളൊരു പാട്ടൊക്കെ അങ്ങോട്ട് പാടി നമ്മൾ ഒരു സാക്ഷ്യം അങ്ങോട്ട് പറയും. ഭൂരിപക്ഷം ആൾക്കാർ ഉറങ്ങായിരിക്കും, എന്നാലും നമ്മൾ തകർക്കും. അപ്പൊ അന്നേരം നമ്മൾ പറയും, ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ ഒത്തില്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു തീരുമാനം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ദൈവം അനുവദിച്ചാൽ 25-ലേക്ക് കയറാൻ എനിക്ക് ആയുസ്സും ആരോഗ്യം തരികയാണെങ്കിൽ ഞാൻ കുറെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ഞാൻ അതിനൊന്നും എതിര് പറയുന്നില്ല. പക്ഷെ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്, ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിന് ഉടമയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ എല്ലാ നിലയിലും ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ, നമ്മുടെ ഈ ബോഡി ദൈവത്തിന്റെ വിഷയമാണ്. നമ്മുടെ ഈ ശരീരം ദൈവത്തിന്റെ വിഷയമാണ്. നമ്മൾ അറിയോ, ആരും എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല, ആരെന്ത് പറഞ്ഞാലും എൻ്റെ ഇവിടം കർത്താവ് അറിയുന്നെന്ന് നമ്മൾ ടെക്നിക്ക് ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ, ആരെന്ത് പറഞ്ഞാൽ എനിക്ക് വിഷയം, എൻ്റെ ഉള്ളം കർത്താവ് അറിയുന്ന അർത്ഥത്തിൽ ഈ പറഞ്ഞത്. ഓക്കെ, തീർച്ചയായിട്ടും ഉള്ളം ദൈവം അറിയുന്നുണ്ട്. പക്ഷെ ഉള്ളത്തിന്റെ കാര്യമല്ല വാക്യത്തെ, നിങ്ങളുടെ ശരീരവും തന്നെയാ പറഞ്ഞു. സ്തോത്രം. അപ്പൊ ശരീരം ദൈവത്തിന് വിഷയമാണല്ലോ. അതെ, അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് വിഷയമായിരിക്കുന്ന ശരീരം ദൈവപ്രസാദമുള്ളതായിരിക്കണം. സ്തോത്രം. ആവശ്യമില്ലാത്ത ഒരിടപാടിനും ഈ ശരീരം വിട്ടുകൊടുക്കരുത്. പുക വലിച്ചു കയറ്റാനും എല്ലാം കൂടെ വലിച്ചു കയറ്റി അല്ലേ ഈ ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാനുള്ള മന്ദിരമായി ശരീരത്തെ ഒരു കാരണവശാലും ദോഷം വരുത്തരുത്. മനസ്സിലായോ? സ്തോത്രം. ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എങ്ങനെ? ദൈവാത്മാവിന് വസിക്കാൻ യോഗ്യമായ മന്ദിരം എന്ന നിലയിൽ നമ്മുടെ ശരീരം സൂക്ഷിക്കാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥ. ഓക്കെ, ഞാൻ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞത് ആ പോയിന്റിന്റെ സീരിയസ്നെസ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ആരെടുക്കപ്പെടും? ദൈവപ്രസാദമുള്ള ജീവിതത്തിന് ഉടമയായ വ്യക്തിയുടെ കാര്യത്തിൽ ദൈവം ഇടപെടുകയും എടുക്കപ്പെടുകയും ചെയ്യും.
സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഹാനോക്ക് ആരുടെ കൂടെ നടന്നത്? ദൈവത്തോടു കൂടെ. നമ്മൾ ആരുടെ കൂടെ നടക്കുന്നത് നമുക്കൊരു ഉറപ്പ് വേണം. കാരണം എല്ലാവരുടെയും തോളെ കൈയിടാൻ ദൈവത്തിൽ പോകരുത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു, ആരുടെ പാത പിൻഗമിക്കുന്നു എന്നുള്ള വിഷയത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. പിൻപറ്റുവാൻ നല്ലൊരു മാതൃക വെച്ചു പോയ കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മൾ ആരെ പിൻഗമിക്കുന്നു, ആരുടെ കൂടെ നടക്കുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സാധാരണ ഈ വിഷയം പറയുമ്പോൾ പറഞ്ഞൊരു കാര്യം പറയുന്നില്ല എന്ന് വെച്ചതാ, എന്നിട്ട് ഞാൻ പറയാം. ഈ നമ്മൾ ആരുടെ കൂടെ നടക്കുന്നത് എന്നുള്ളൊരു വലിയ വിഷയമാണ്. അതെന്താ? നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു അവരുടെ സ്വാധീനം നമുക്കുണ്ടാകും. ശരിയാണോ? അതെ. ഇംഗ്ലീഷിൽ ഫ്രേസ് ഇല്ല, ടെൽ മീ ഹൂ ഇസ് യുവർ ഫ്രണ്ട് ദെൻ ഐ വിൽ ടെൽ യു ഹൂ യു ആർ. എന്നോട് പറയാൻ നിന്റെ സ്നേഹിതൻ ആരാന്ന് ഞാൻ പറയാം നീ ആരാണ്. നമ്മൾ ആരാണെന്ന് അറിയാൻ നമ്മുടെ ഫ്രണ്ട് ആരുടെ കൂടെ നടക്കാൻ നോക്കിയാൽ മതി. ഇപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് സണ്ണിച്ചാൻ. അത് ഇപ്പൊ അമേരിക്കയിലാണ്. ഞാൻ പറയാ, ഈ സണ്ണിച്ചാൻ ആരുമായിട്ടാ കമ്പനി കൂടുന്നതെന്ന് എനിക്ക് ഏറെക്കുറെ അറിയാം. ഒന്നാമത് സണ്ണിച്ചാൻ അങ്ങനെ ഒരു കമ്പനി ഇല്ല. തന്റെ ചുറ്റുപാട് ദേശത്തൊക്കെ കൂടുതൽ സമയം അമ്മച്ചൂടെ സമയം ചെലവഴിക്കുന്ന ആ ഒരു ക്യാരക്ടറാണ് സണ്ണിച്ചാനെ സംബന്ധിച്ചുള്ളത്. കാരണം പ്രായമുള്ള അമ്മച്ചി ഇപ്പൊ 100 വയസ്സിന് മേളിലായി. എപ്പോഴും ആ പരിസരത്തൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ പറയാം, സണ്ണിച്ചാനെ സംബന്ധിച്ചുള്ള അമ്മച്ചിയായിട്ടാണ് ഫുൾ അറ്റാച്ച്മെന്റ്. മറ്റാവശ്യങ്ങൾ ചർച്ചയിൽ എല്ലാ കാര്യത്തിലും സണ്ണിച്ചാൻ വളരെ ആക്റ്റീവാണ്. അതിനൊക്കെ പോവുകയും വരികയും ചെയ്യും. പക്ഷെ കൂടുതൽ സമയം ചെലവിടാൻ വീട്ടിൽ തന്നെ ചെലവിടാനായിട്ടാണ് സണ്ണിച്ചാനെ സംബന്ധിച്ച് കൂടുതൽ താല്പര്യം. അത് വേറെ ഒന്നുകൊണ്ടല്ല, പ്രായമുള്ള മാതാവ് വീട്ടിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് താൻ ബഹറിൽ ജോലിയൊക്കെ കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് മാതാവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കുക. ഓക്കെ, ഞാൻ അത് വേറെ രീതി പറയാനായിട്ടല്ല. നമ്മൾ ആരുടെ കൂടെ കൂടുതൽ ഇടപെടുന്നോ അവരുടെ സ്വാധീനം നമുക്കുണ്ടാകും. സണ്ണിച്ചാന്റെ അപ്പച്ചനും അമ്മച്ചയൊക്കെ വളരെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ദീർഘമണിക്കൂറുകൾ. അവര് കയറിറങ്ങാത്ത വീടുകളും സുവിശേഷം പറയാത്ത ആളുകളും ആ കുഴിക്കാല ദേശത്തില്ല. അത്ര വിശ്വസ്തയോടെ സുവിശേഷത്തിനോട് ധാരാളം വേട്ടമല ഫിലിപ്പോസ് സ്വദേശിയെ പോലുള്ള ആളുകളൊക്കെ വന്ന് താമസിച്ചുള്ള ഒരു വീടാണ് സണ്ണിച്ചാന്റെ വീട്. എനിക്കത് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വന്നതെന്നറിയാമോ, നമ്മൾ ആരുമായിട്ട് ഇടപെടുന്ന അവരുടെ സ്വാധീനം നമുക്കുണ്ടാകും. നമുക്കതിന് പുസ്തകത്തിൽ തന്നെ ഒരു തെളിവ് ഞാൻ പറയാം. ഈ കർത്താവിനെ പിടിച്ചുകൊണ്ട് ക്രൂശീകരണത്തിന് വേണ്ടി പടയാളികൾ കൊണ്ടുപോയപ്പോൾ എന്ത് ഭവിക്കുന്ന അറിയാൻ വേണ്ടി പത്രോസും പുറകെ പോയല്ലേ. എന്നിട്ട് ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാരും തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ കൂട്ടത്തിൽ ആരും ചെന്നിരുന്നു? പത്രോസും ചെന്നിരുന്നു. അന്നേരം അവിടെ ഇരുന്നൊരു പെങ്കൊച്ചൊരു കാര്യം പറഞ്ഞു, നീയും ആ കൂട്ടത്തിലുള്ളതല്ലേ ചോദിച്ചു. പിന്നെ പത്രോസ് പറഞ്ഞു, ഞാനോ? എനിക്ക് അങ്ങനെ കക്ഷി അറിയത്തു പോലും ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ആ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 78-ാമത്തെ വാക്കാണ് തോന്നുന്നു. ഒരു മിനിറ്റ് ഒന്ന് എടുക്കാമോ? മത്തായിയുടെ സുവിശേഷം എന്നാൽ പത്രോസ് പുറത്തു നടും. 69. എത്രാമത്തെ വാക്യാണ്? 69 മുതൽ. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. 26-ന്റെ 73 മുതൽ. അത് തന്നെയാണ്. ആ മൊത്തം വായിക്കണ്ട. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്ന് പത്രോസിനോടെ, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. മതി. പത്രോസ് പറയാ, നീയും ആ കൂട്ടത്തിലുള്ളതാണല്ലോ, നിന്റെ ഉച്ചാരണവും അത് വെളിവാക്കുന്നു. ഇംഗ്ലീഷ് വായിച്ചൊക്കെ രസമാണ്. യുവർ ആക്സെന്റ് ബിട്രേസ് യു എന്ന്. കണ്ടോ? എടാ, നിന്റെ സംസാര ശൈലി നിന്നെ ചതിച്ചടാന്ന്. പത്രോസ് എന്താ പറഞ്ഞേ? എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്നാ പറഞ്ഞേ. ഉടനെ പെങ്കൊച്ചു പറയാ, യുവർ ആക്സെന്റ് ഓൾസോ ബിട്രേസ് യു. യു ആർ ഓൾസോ വൺ എമംഗ് ദം ബിക്കോസ് യുവർ ആക്സെന്റ് ബിട്രേസ് യു എന്ന്. കണ്ടോ? എടാ, നിന്റെ സംഭാഷണ ശൈലി, ഉച്ചാരണ ശൈലി നിന്നെ ചതിച്ചല്ലോ. എന്താ? ഞാൻ പറയാം.
നമ്മൾ ആരുടെ കൂടെ നടക്കുന്നവരുടെ സ്വാധീനം ഉണ്ടാകുന്ന തെളിവാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ കാര്യം പറഞ്ഞു, ഇത് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഉണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, ബോറടിക്കരുത്. ഈ വിഷയത്തുള്ള ബന്ധത്തോട് പറയാൻ, ഈ പത്രോസിന്റെ നേരത്തെ ജോലി എന്തായിരുന്നു? മീൻ പിടുത്തമായിരുന്നു അല്ലേ? ഈ മീൻ പിടിക്കുന്ന ആൾക്കാരുടെ സംഭാഷണം എങ്ങനെയാ? മീൻ പിടിച്ച് കച്ചവടം നടത്തുന്നുണ്ട്, സംസാരിച്ചില്ലേ? അങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്തോ ഒരു അലയും വിളിയും ബഹളം ആയിരിക്കല്ലേ? വാ അമ്മച്ചി, എടുക്ക് ചേട്ടാ, അച്ഛ, ആന്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. പിടയ്ക്ക 3 മാസത്തിന് മുമ്പ് ചത്ത മീന, എന്നാലും കയ്യിലെടുത്ത് പിടിച്ചോണ്ട് പറയും പിടയ്ക്കുന്ന മീന, വന്നാട്ടോ കൊണ്ടുപോട്ടെ, കാരണം ഇന്ന് കറി വെച്ച നാളെ കഴിഞ്ഞ് കൂട്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളവും അല്ലേ? അങ്ങനെ കിടന്ന് അലയ്ക്കുന്ന പത്രോസ് 3.5 വർഷം ആരുടെ കൂടെ നടന്നേ? കർത്താവിന്റെ കൂടെ നടന്നപ്പോഴല്ലോ ശൈലി മാറി, സംസാരത്തിന്റെ ടോണും രീതി മാറി. ഇപ്പൊ നസ്രായൻ സംസാരിക്കുന്ന പോലെ തന്നെ ആര് സംസാരിക്കുന്നു? പത്രോസ് സംസാരിക്കുന്നു. അതാ ഈ പെങ്കൊച്ചു പറഞ്ഞേ, നിന്റെ ഉച്ചാരണം കേട്ടാൽ അറിയാമല്ലോ നീയും ആ കൂട്ടത്തിലുള്ളതാണെന്ന്. വല്ലോ മനസ്സിലായോ? നമ്മുടെ സംസാരം കേട്ടാ പറയണം നമ്മൾ ആരുടെ കൂടെ നടക്കുന്നതെന്ന്. പറ്റുമോ? നീട്ടിപ്പിടിച്ചൊരു പാട്ടും പാടി വലിയ സാക്ഷ്യം പറഞ്ഞ കാര്യമല്ല ഞാൻ ചോദിച്ചേ. സംസാരം കേട്ടാ അറിയാമോന്നാ ഞാൻ ചോദിച്ചേ. ആരുടെ കൂട്ടത്തിലാ നടക്കുന്നതെന്ന് അറിയാമോന്നാ ചോദിച്ചേ. പറയൂ. നമ്മുടെ സംസാരം കേട്ടാ അറിയാവോ ആരുടെ കൂടെ നമ്മൾ നടക്കുന്നതെന്ന്? കുഴഞ്ഞല്ലേ? ആ കുഴയാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞേ. കുഴയണമല്ലോ, കാരണം ഇവിടെ കിടന്ന് കുഴഞ്ഞാലും കുഴപ്പമില്ല, അങ്ങോട്ട് പോകുന്നതിനകത്ത് കുഴയാതിരിക്കാനാ ഇപ്പൊ ഈ കുഴച്ചിലുണ്ടാകുന്നു. സ്തോത്രം. നമ്മുടെ സംസാര ശൈലി കേട്ടാൽ നമ്മൾ ആരുടെ കൂടെ നടക്കുന്നതെന്ന് അറിയാമോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ലെങ്കിൽ ശൈലി മാറണം. മനസ്സിലായോ? നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവനൊരു ദൈവപൈതലാണെന്നും ദൈവകൃപയുള്ളവനാണെന്നും കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിന്റെ വായിൽ നിന്ന് വരരുത്. അല്ലേലും ആൾക്കത് വരണമായിരുന്നു. എന്തോ ആയിരുന്നു നെകളിപ്പ്. പിന്നെ നീയോ കമ്പട നെകളം കുറെ കുറവുള്ള ആള്. നോ, കീപ് യുവർ ടങ്. സൂക്ഷിക്കണം നമ്മുടെ സംസാരം കേട്ടാൽ. ഇതേ നാക്കുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഈ അന്യഭാഷയും പറയുന്നത്? അത് മർമ്മങ്ങളെ പ്രസ്താവിക്കുകയാണെന്ന്. അതേ നാക്ക് തന്നെ നമ്മൾ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു, എന്തെല്ലാം കാര്യം പറയാൻ. സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ ഇതൊന്നും അങ്ങനെ ഒന്നും പോയാൽ എനിക്കിത് ഒരിക്കലും തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കട്ട് ഷോട്ട്. എന്നാലും ഇത് പറയാറുണ്ട്. ഈ ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ടോ, ദൈവത്തിന്റെ പ്രസാദമുള്ളതായിരിക്കണം. മനസ്സിലായോ? നാവും കണ്ണും മൂക്കും ത്വക്കും ഒക്കെ കൺട്രോൾഡ് ആയിരിക്കണം. പിന്നെ ഐ ഈസ് ദ ലാമ്പ് ഓഫ് ദ ബോഡി എന്നല്ലേ? ശരീരത്തിന്റെ വിളക്ക് കണ്ണാന്ന് ആണല്ലോ. അപ്പൊ അത് സൂക്ഷിക്കണം. സ്തോത്രം. എല്ലാം മുഖം വാടി വല്ലാണ്ടായി. 5 പോയിന്റ് പറയാൻ 1 പോയിന്റേ പറഞ്ഞോളൂ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എനിക്ക് 5 പോയിന്റും പറയാൻ ഒരു നിർബന്ധവും ഇല്ല. 1 പോയിന്റ് മതി. പോയിന്റിന് 5 അല്ല 7 മണിലും ഉണ്ടാക്കാം. പോയിന്റ് ഉണ്ടാക്കി കുറെ നിങ്ങളെ കാണിച്ചിട്ട് എന്താ കാര്യം? 5 പോയിന്റ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും ചെയ്യണ്ട. പക്ഷെ നമ്പർ 1, ദൈവപ്രസാദമുള്ള ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മൾ ഉറപ്പുവരുത്തണം. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു അവരുടെ ഇമ്പാക്ട് നമുക്ക് ഉണ്ടാകുകയല്ലേ? ഉണ്ടാകും. 100% അതുണ്ടാകും. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ആരുടെ കൂടെ നടക്കുന്നത്? ദൈവത്തിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ക്യാരക്ടർ നമുക്ക് വേണം. ആ ഡിവൈൻ ക്യാരക്ടർ നമ്മിലുണ്ടെങ്കിൽ എത്ര ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള ആ കുടുംബാന്തരീക്ഷമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുടുംബത്തെ അവർ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്നതും ദൈവത്തോട് ചേർന്നിരിക്കുന്നതും ഒക്കെ
നമ്മൾ തിരിച്ചറിഞ്ഞ്, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, നമ്മുടെ വീട്ടിൽ കർത്താവ് ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ മാത്രമേ നമ്മുടെ വീട്ടിലെ ഡീലിങ്സ് നടക്കാൻ പാടുള്ളൂ. കർത്താവിനെ കാണാവുന്നത് കാണുക, കർത്താവിനെ കേൾക്കാവുന്നത് മാത്രം നമ്മുടെ സംഭാഷണ രീതിയും കാര്യങ്ങളും എല്ലാം. ഞാൻ അതാ പറഞ്ഞ, ഹോളിനകത്ത് എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നുള്ളതല്ല ദൈവത്തിന്റെ വിഷയം. സ്തോത്രം. സഖായോട് പറഞ്ഞല്ലേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. അതിന്റെ റീസൺ വേറെ ആണെങ്കിലും അതിനകത്തൊരാശയം ഞാൻ പറഞ്ഞത്, കർത്താവ് വീട്ടിലുണ്ടെന്നുള്ള ആ തിരിച്ചറിവിൽ വേണം നമ്മൾ വീട്ടിലും ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ എടുത്തുകൊള്ളപ്പെടുന്നവർ ഒന്നാമത്തെ യോഗ്യത ഞാൻ പറഞ്ഞു, ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിന് ഉടമയാണെന്ന് ഉറപ്പുവരുത്തണം. ഞാൻ എല്ലാം വിട്ടിട്ട് ചോദിക്കട്ടെ, നമുക്ക് ഏതാനും ദിവസങ്ങൾ കൂടെ ഈ 2024 നമ്മുടെ മുമ്പിലുള്ളൂ. ഹൗ വാസ് യുവർ ലാസ്റ്റ് ഡേയ്സ്? ഈ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പിന്നിട്ട ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ചോളെ എത്രത്തോളം ആത്മീകമായി, സ്പിരിച്വലി എത്രത്തോളം നമ്മളെ എന്താ പറയാ എഡിഫൈ ചെയ്തു, എത്രത്തോളം ആത്മീക വർധനവ് നമുക്കുണ്ടായി, എത്രത്തോളം ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റി, എത്രത്തോളം ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റി, എത്രത്തോളം ദൈവത്തോട് കൂടെ നടന്ന ആ ദൈവശബ്ദം കേൾക്കാൻ പറ്റി, എത്രത്തോളം ദൈവത്തിന്റെ തിരുകത്തിന്റെ രഹസ്യങ്ങൾ നമ്മളുമായിട്ട് ദൈവം പങ്കുവെച്ചു, എത്രത്തോളം ആ ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ സമയത്തെ ചിലവഴിച്ചു. ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതല്ലേ? നമ്മുടെ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇനിയും കിടക്കുക നിറവേറാൻ. എടാ, വാഗ്ദത്തം അവിടെ കിടക്കട്ടെ, ഞാൻ അതല്ലല്ലോ ചോദിച്ചേ. വാഗ്ദത്തം ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ആ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. എന്റെ ചോദ്യം അതല്ല. വാഗ്ദത്തം നിറവേറാതിരിക്കുകയോ അതല്ല വിഷയം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ലൈഫ് എത്രത്തോളം ആയിരുന്നുള്ള ആ വിഷയം. നമ്മൾ പ്രാർത്ഥിക്കുക 24 തീരുന്നതിന് മുമ്പേ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കണേ. അല്ല, ഒരു ഗുണമില്ലാത്ത നിനക്ക് നിവർത്തി, എന്നിട്ട് ദൈവത്തിന് എന്താ ഗുണം? തുറന്നാല് സ്വോത്രം പോലും പറയാത്ത ആൾ ഇരുന്നുകൊണ്ട് വാഗ്ദത്തം നിവർത്തിക്കട്ടെന്ന് പറഞ്ഞിരിക്കുക. എന്താ ഗുണം? സ്വോത്രം. ഞാൻ ആരെ ആക്ഷേപിക്കാനോ കളിയാക്കാനോ പറയാം, സമയം തീർന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ തീർത്ത് പറയട്ടെ, നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വിഷയമാണ്, യാതൊരു സംശയവുമില്ല. നമ്മുടെ ശരീരം ദൈവത്തിന്റെ വിഷയമാണ്. നമ്മൾ ആരോടെ നടക്കുന്ന അവരുടെ സംഭാഷണം, ഭാഷാശൈലിയും ഒക്കെ നമ്മെ സ്വാധീനിക്കും. ഇതെല്ലാം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അല്ല, നമ്മള് ഒരേ സമയത്ത് എല്ലാ റോളും കൂടെ ആക്ട് ചെയ്തേച്ച് കർത്താവിനും പോവാന്ന് പറഞ്ഞിരുന്നാൽ നടക്കുകയല്ല. ഞാനൊരു കാര്യം തീർത്തു പറയാം, എല്ലാരെയും കൊണ്ടുപോകാനായിട്ടല്ലല്ലോ കർത്താവ് വരുന്നത്. പിന്നെയോ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു നിഷ്കളങ്കയായ കാന്തയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അല്ല, ഉടായ്പ കൊണ്ട് കയ്യിലിരിക്കുന്നവർ ചേർക്കാൻ വരുമെന്ന് വേദപുസ്തകത്തിൽ വാക്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തേണ്ടതുണ്ടെങ്കിൽ ഓരോ നിമിഷവും അത് ചെയ്ത് വരവ് നോക്കി കാത്തിരിക്കുന്ന ഒരു ദൈവത്തിനെ ചേർക്കാനാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്നത്. സ്തോത്രം. സമയം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം മറക്കരുത്, ഞാൻ ഇന്ന് ടോപ്പിക്ക് മനഃപൂർവ്വം മാറ്റിയതാണ്. ദൈവം വെച്ചാൽ നമുക്ക് വരും ദിവസങ്ങളിൽ മറ്റൊരു ടോപ്പിക്ക് ചിന്തിക്കാതെ എൻ്റെ ബാക്കി 4 പോര് ദൈവം വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കുവെക്കാം ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ദൈവപ്രസാദമുള്ള ഒരു ജീവിതം, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും തുറകളിലും ആ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കും.